ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു മെയിൻ ബോർഡ് IPO വന്നിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ മാന്യവർ എന്ന കമ്പനിയുടെ ഇഷ്യൂ ആയിരുന്നു ഒരു മാസം മുമ്പ് വന്ന വേദാന്ത് ഫാഷൻസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരു മാസമായി. അതിനുശേഷം വലിയ കൊട്ടിഘോഷിച്ച് വന്ന LIC ഓഫ് ഇന്ത്യയുടെ IPO എന്തായാലും അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. LICയുടെ 5% ഓഹരികളാണ് ഇപ്പോൾ വിറ്റഴിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതുപോലും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പുതിയ IPOയെ കുറിച്ച് മാത്രം ഇപ്പോൾ ചിന്തിക്കാം. മാർച്ച് 24 ഓപ്പൺ ചെയ്ത് മാർച്ച് 28 ക്ലോസ് ചെയ്യുന്ന രുചി സോയയുടെ ഇഷ്യൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡിബിൾ ഓയിൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് രുചി സോയ. അതിൻ്റെ ഇഷ്യൂവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 4300 കോടി രൂപയാണ് അവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഇഷ്യൂ ആണിത്. അപ്പോൾ അതേക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലക്കപ്പെട്ടതാണ്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. രുചി സോയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഈ കമ്പനിയുടെ ഇഷ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തായാലും രുചി സോയയെക്കുറിച്ച് വളരെയധികം പറയാനുണ്ട്. കാരണം ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് പോലും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഓഹരി വിലകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും കമ്പനിയുടെ തന്നെ മൊത്തം സ്റ്റോറിയും. 1985-86 കാലഘട്ടത്തിലാണ് ഈ കമ്പനി രൂപം കൊള്ളുന്നത്. നമുക്കറിയാം, എഡിബിൾ ഓയിലിൻ്റെ മാനുഫാക്ചറിങ് ആണ്. അതുമാത്രമല്ല സോയ ഫുഡ്സ്, ഇതിൻ്റെ എല്ലാം, പിന്നെ പാം പ്ലാന്റേഷൻസ് വളരെയധികമുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കമ്പനി വളരെയധികം പ്രശസ്തമായിരുന്നു. ഞാൻ 90കളിൽ ഞാൻ കൊച്ചിയിലെ കേരളത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്ന കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു ഷെയറായിരുന്നു രുചി സോയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് പിന്നീട് സംഭവിച്ചത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. 2017 ഈ കമ്പനി ഇൻസോൾവൻ്റ് ആയിപ്പോയി, അതായത് പാപ്പരായിപ്പോയി. കമ്പനിയുടെ ഓഹരികൾ ഡീലിസ്റ്റഡും ആയിപ്പോയി. അങ്ങനെ 12,000 കോടിയിൽ പരം ലോസ് വന്നു. അങ്ങനെ അത്രയും നഷ്ടത്തിൽ കിടന്നിരുന്ന ഈ കമ്പനിയെ പിന്നീട് പലരും രക്ഷിക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും പതഞ്ജലി എന്ന് പറയുന്ന നമ്മുടെ ബാബ രാംദേവിൻ്റെയും ആചാര്യ ബാലകൃഷ്ണ അവരുടെ ആ പതഞ്ജലി എന്ന് പറയുന്ന കമ്പനിയാണ് 2019 ഏകദേശം 4350 കോടി രൂപ മുടക്കി അവർ ഏറ്റെടുക്കുകയായിരുന്നു ഈ കമ്പനി. അങ്ങനെ ഏറ്റെടുത്തോടുകൂടി കമ്പനിയുടെ ഓഹരികൾ വളരെ ചില്ലറകളിൽ ആയിട്ട് കിടന്നിരുന്ന ഓഹരികൾ, അല്ലെങ്കിൽ ഡീലിസ്റ്റഡ് ആവുന്നതിന് തൊട്ട് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത്രയധികം താഴ്ന്ന നിലവാരത്തിലേക്ക് പോയി ഡെഡായി പോയ ആ ഒരു ഓഹരികൾ 2000 വീണ്ടും ലിസ്റ്റ് ചെയ്യുകയും വലിയ നിലവാരത്തിലേക്ക് കമ്പനി വളരുകയും ചെയ്തു. അതായത് ആയിരക്കണക്കിന് മടങ്ങ് ഇരട്ടിയിലേക്ക് ഓഹരി വിലകൾ വർദ്ധിക്കുകയുണ്ടായി. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഓഹരിയുടെ വില. 1100-നും 1000-നും ഇടയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന ഒരു കമ്പനിയുടെ സ്റ്റോറിയാണ്. അതായത് വളരെയധികം നല്ല നിലയിലായിരുന്ന കമ്പനി പിന്നീട് തീരെ വല്ലാത്ത ലോസിലേക്ക് പോവുകയും സ്റ്റോക്ക് മാർക്കറ്റിൽ ചില അനാവശ്യമായ ഇടപെടലുകൾ വന്നതുകൊണ്ട് തന്നെ ഡീലിസ്റ്റഡ് ആയി പോവുകയൊക്കെ ചെയ്ത ഒരു കമ്പനിയാണിത്. അത് 2017. അതിനുശേഷം 2019 പുതിയ മാനേജ്മെൻറ്റ്, പതഞ്ജലിയുടെ മാനേജ്മെൻറ്റ് വരികയും 2020 വീണ്ടും ഈ കമ്പനി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലിസ്റ്റ് ചെയ്ത ഈ കമ്പനി ഇപ്പോൾ വീണ്ടും എന്തിനാണ് ഇപ്പോൾ ഇഷ്യൂ ആയിട്ട് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ FPO എന്നാണ് പറയുന്നത്. അതായത് ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ആണ്, അല്ലാതെ IPO എന്നല്ല ഈ ഇഷ്യൂവിനെ പറയുന്നത്. ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ആണ്. അതായത് നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി വീണ്ടും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പബ്ലിക് ഇഷ്യൂവിന് വരുന്നതിനെയാണ് FPO എന്ന് പറയുന്നത്. അപ്പോൾ FPOയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. FPOയെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ FPOയെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കേണ്ടത്.
2020 ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ഈ രുചി സോയ എന്ന് പറയുന്ന ഈ കമ്പനി എന്തിനാണ് ഇപ്പോൾ ഒരു FPOയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണെങ്കിൽ, അത് സെബിയുടെ നിയമം അനുസരിച്ച് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ 25% ഓഹരികളെങ്കിലും ജനറൽ പബ്ലിക്കിൻ്റെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ഇപ്പോഴത്തെ നിലയിൽ ഡോമിനന്റ് പ്രൊമോട്ടർ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈവശം വച്ചിരിക്കുന്ന പ്രൊമോട്ടർ, അത് 2019 ഈ കമ്പനിയുടെ കടബാധ്യതകളടക്കം എല്ലാം ഏറ്റെടുത്ത പതഞ്ജലി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ പതഞ്ജലി ആയുർവേദയുടെ കയ്യിലാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് 99% ഓഹരികളും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സെബിയുടെ നിയമം അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ FPO എന്നുള്ള നിലയിൽ കുറേ ഓഹരികൾ 4300 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഇപ്പോൾ വിറ്റഴിക്കാനായിട്ട്, ജനറൽ പബ്ലിക്കിന് വിറ്റഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 2022 ഡിസംബറിനുള്ളിൽ ഇത് 25% ഓഹരികളും ജനറൽ പബ്ലിക്കിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ താഴ്ന്ന നിലവാരത്തിൽ കിടന്ന ഒരു കമ്പനിയെ പതഞ്ജലി ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച 200 കൺസ്യൂമർ പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 175ാമത്തെ സ്ഥാനത്തേക്ക് ഈ കമ്പനി രുചി സോയ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ വളരെ പോപ്പുലറായിട്ട് 1000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഓഹരികളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്പനിയുടെ FPOയാണ് ഇപ്പോൾ നടക്കുന്നത്. രുചി സോയയ്ക്ക് ചില സബ്സിഡിയറി കമ്പനികൾ കൂടിയുണ്ട്. പാം ടെക് ഇന്ത്യ ലിമിറ്റഡ്, രുചി റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, രുചി ജെ ഓയിൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സുമൻ അഗ്രിടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, രുചി എത്യോപ്യ ഹോൾഡിംഗ് ലിമിറ്റഡ്, എംറിംഗ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെയുള്ള കുറച്ച് സബ്സിഡിയറി കമ്പനികൾ കൂടി രുചി സോയയ്ക്ക് ഇപ്പോൾ നിലവിലുണ്ട്. രുചി സോയയുടെ പല വെർട്ടിക്കൽസിലാണ് അവരുടെ ഓപ്പറേഷൻസ്. അതായത് എഡിബിൾ ഓയിൽ, അതിൻ്റെ ബൈ പ്രോഡക്ട്സ്, ഒലിയോ കെമിക്കൽസ്, ടെക്സ്ചേർഡ് സോയ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ തേൻ, ആട്ട, ഓയിൽ പാം പ്ലാന്റേഷൻ ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ്, കുക്കീസ്, റസ്ക്, അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്, നൂഡിൽസ്, ബ്രേക്ക്ഫാസ്റ്റ് സിറിൽസ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ റിന്യൂവബിൾ എനർജി, അതായത് വിൻഡ് പവർ ജനറേഷൻ, ആ ഒരു മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ന്യൂട്രേല എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇപ്പോൾ അതിൽ തന്നെ പ്രീമിയം ബ്രാൻഡ് ഉണ്ട്, ന്യൂട്രേല ഹൈ പ്രോട്ടീൻ ചക്കിയാട്ട എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്, പിന്നെ ന്യൂട്രേല ഹണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്, നമ്മളുടെ എല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഇതെല്ലാം തന്നെ. രുചി സോയയ്ക്ക് 22 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഉള്ളത്. അവരുടെ ഒരു ദിവസത്തെ റിഫൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 11,000 ടൺസാണ്. ഇപ്പോൾ 16 പ്ലാന്റുകളാണ് ഓപ്പറേഷനിലായിട്ടുള്ളത്. 100 സെയിൽ ഡിപ്പോകളുണ്ട്, 4763 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, 4.57 ലക്ഷം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്കാണ് കേട്ടോ, കഴിഞ്ഞ ജൂണിലെ കണക്കാണ്. ഇപ്പോൾ അതൊക്കെ അതിലും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടാവും. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് നോക്കാം. ആചാര്യ ബാലകൃഷ്ണ, രാം ഭരത്, സ്നേഹ ഭരത്, പതഞ്ജലി ആയുർവേദ ലിമിറ്റഡ്, പതഞ്ജലി പരിവാഹൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ദിവ്യ യോഗ് മന്ദിർ ട്രസ്റ്റ്, പതഞ്ജലി ഗ്രാമോദ്യോഗ് നിവാസ്, രുചി സോയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബെനിഫിഷ്യറി ട്രസ്റ്റ്, പിന്നെ യോഗക്ഷേമം സംസ്ഥാൻ, വേദിക് ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, പതഞ്ജലി പേയ പ്രൈവറ്റ് ലിമിറ്റഡ്, പതഞ്ജലി ന്യൂട്രൽ ബിസ്ക്കറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദിവ്യ പാക്മാപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ്, വേദിക് ആയുർവേദിക് പ്രൈവറ്റ് ലിമിറ്റഡ്, ശങ്കർ ഇൻഫോ TV പ്രൈവറ്റ് ലിമിറ്റഡ്, പതഞ്ജലി അഗ്രോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, SS വിത്രൻ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, പതഞ്ജലി പരിധാൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗംഗോത്രി ആയുർവേദ ലിമിറ്റഡ്, സ്വസ്ഥ് ആഹാർ പ്രൈവറ്റ് ലിമിറ്റഡ്, പതഞ്ജലി റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്രയുമാണ് പ്രധാന പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണുന്ന പേരുകൾ. ഓഹരി ഉടമസ്ഥതയിൽ ജനറൽ പബ്ലിക്കിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ FPO നടത്തുന്നത് രുചി സോയ. എങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു പങ്ക് അവർ ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ള ചില കടബാധ്യതകൾ കൂടി കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അത് കൂടാതെ ഒരു 593.4 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് എടുക്കുകയും ബാക്കി തുക ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു
കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് ബാബ രാംദേവ്, പതഞ്ജലിയുടെ ഏറ്റവും പ്രധാന ആളായിട്ടുള്ള ബാബ രാംദേവ് പറഞ്ഞിരിക്കുന്നത് സമീപ ഭാവിയിൽ തന്നെ രുചി സോയയെ ഒരു 80% കൺസ്യൂമർ ഗുഡ്സ് FMCG കമ്പനിയാക്കി മാറ്റും, ബാക്കി 20% എഡിബിൾ ഓയിൽ പോർഷനിൽ നിലനിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ 2 മേഖലയിലെയും ലീഡിംഗ് കമ്പനിയാക്കി രുചി സോയയെ മാറ്റുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. രുചി സോയയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2019 മുമ്പുള്ള കാലവും 2019 ശേഷമുള്ള കാലവും എന്ന 2 രീതിയിൽ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. 2018 കണക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂവിനേക്കാൾ കൂടുതലാണ് എക്സ്പെൻസസ്, നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ലോസാണ്. കൂടാതെ പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ തന്നെ ഹെവി ലോസിലാണ് ഇത് കിടക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 2019 ഇത് ഏറ്റെടുക്കലിന് വിധേയമാകുന്നത് പതഞ്ജലിയുടെ. അതിൽ ആ വർഷം ഇത് മെച്ചപ്പെടുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ നെറ്റ് ഇൻകം 27.8 കോടി പ്രോഫിറ്റിലേക്ക്, ഈ ലോസിൽ കവർ ചെയ്തിട്ട് ഇത്രയും പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 0.2 ആണ്. അതായത് ഡിസംബർ മാസമാണല്ലോ 2019, ഡിസംബറിലാണ് പതഞ്ജലി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ തുടങ്ങുകയാണ് കമ്പനി. 2020 ആയപ്പോഴേക്കും സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു. 13,175 കോടി രൂപയുടെ റവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസ് 12,965 കോടി രൂപയുടെ എക്സ്പെൻസസും കാണുന്നുണ്ട്. നെറ്റ് ഇൻകത്തിൽ 7,708.2 കോടി രൂപയായിട്ട് നെറ്റ് ഇൻകം കാണുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ 58.5 വളരെയധികം വർദ്ധിച്ചു. ഇതിപ്പോൾ 2021 അർദ്ധവാർഷിക കണക്കാണ്, പകുതി വർഷത്തെ കണക്കുകൾ മാത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിലും വളരെ മികച്ച പ്രകടനമാണ് കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ 1000-ന് മുകളിൽ 1020-30 എന്നൊക്കെയുള്ള റേഞ്ചിലാണ് ഇപ്പോൾ വില കിടക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ താഴെയാണോ കൂടുതലാണോ? ഇപ്പോൾ ആൾക്കാർ സെല്ലിങ് നടത്തുകയാണ്. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1100-ന് താഴെ ആയിരുന്നു ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടിരുന്നത്. അത് പിന്നീട് കുറഞ്ഞു വരുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ ഒന്നാമത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണത്. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരാൻ പോവുകയാണ്. അപ്പോൾ പ്രൈസ് ബാൻഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിലെ പ്രൈസും കുറയുകയാണ്. കാരണം ഇപ്പം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ വീണ്ടും വാങ്ങിക്കാം ഈ ഓഹരി എന്നുള്ള FPO ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ വളരെ കുറഞ്ഞ പ്രൈസ് ബാൻഡ് ആണെങ്കിലോ എന്ന് കരുതി ഉയർന്ന വിലകളിൽ ഇപ്പോൾ കയ്യിലുള്ളവർ അത് വിറ്റിട്ട് ഇനി താഴ്ന്ന വിലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം എന്നൊക്കെ കരുതുന്ന ഉദ്ദേശങ്ങളുമൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഈ കമ്പനിയുടെ FPOയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കൂടി നോക്കാം. ഇനി നമുക്ക് ഈ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. മാർച്ച് 24 ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത്. മാർച്ച് 28 ഇത് ക്ലോസ് ചെയ്യും. ഇഷ്യൂ സൈസ് 4300 കോടി രൂപയ്ക്കുള്ളതാണ്. അതായത് 2 രൂപയുടെ ഓഹരികളാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നമുക്ക് അറിവായിട്ടില്ല. കാരണം അത് ഇനിയും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വെളിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തായാലും ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് വളരെ വ്യത്യാസത്തിലായിരിക്കും മിക്കവാറും അവർ പ്രൈസ് ബാൻഡ് ഇടുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ മാർക്കറ്റ് പ്രൈസിലും കൂടുതലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വളരെ താന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ നിന്ന് ആ ഷെയർ അവൈലബിൾ ആണെങ്കിൽ മേടിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇത് വാങ്ങാം വീണ്ടും എന്നുള്ളത് FPOയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അവർ 10,000-ഓളം ഓഹരികൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്, രുചി സോയിലെ എംപ്ലോയീസിന്, എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് അവർ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും 15,000 റുപ്പീസിൻ്റെ വാല്യൂ വരുന്ന ഓഹരികളായിരിക്കും അവർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് വയ്ക്കുക. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 35% നമ്മൾ റീറ്റെയിലേഴ്സിന് കിട്ടുന്നുണ്ട്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് ഇത് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ പ്രൈസ് ബാൻഡിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ, ഇത് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു തിരക്കുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്.
ഈ രുചി സോയ FPOയുടെ ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ്. ഇവരുടെ ലീഡ് മാനേജേഴ്സ് ലിങ്ക്ഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റിംഗ് ഡേറ്റ് എന്നാണെന്ന് അറിവായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ IPO ക്ലോസ് ചെയ്തതിന് ശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ലിങ്ക്ഡ് ടൈം ഇന്ത്യയുടെ, അതായത് രജിസ്ട്രാറുടെ വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഞാനിത് ഇത്രയും ലേറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസം മുമ്പേ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് ആ ഡേറ്റ് വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അത് ഇടാൻ സാധിക്കാതെ വന്നത്. അപ്പോൾ ഈ FPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ മറ്റു കാര്യങ്ങൾ അറിയാമല്ലോ, അതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നർത്ഥം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.